നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മളെ വീഡിയോ വളരെ എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ കറിയൊന്നും ഇല്ലാതെ തന്നെ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ്. അപ്പോൾ നേരെ നമ്മൾ റെസിപ്പിയിലേക്ക് പോവാട്ടോ. അതിനായിട്ട് തന്നെ അതാ 2 കപ്പ് പച്ചരി തലേ ദിവസം ഒന്ന് കുതിർക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. തലേ ദിവസം രാത്രിയാണ് വെച്ചിട്ടുള്ളത്. ഇനി നമ്മളിതാ അതിലെ വെള്ളമൊക്കെ ഒന്ന് വാർത്തെടുത്തതിന് ശേഷം മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു 1/2 കപ്പോളം റവ ഒന്ന് കുതിർത്തെടുത്തിട്ടുള്ള കേട്ടോ. അപ്പോൾ 2 കപ്പ് അരിയിലേക്ക് 1/2 കപ്പ് റവയാണ് എടുത്തിട്ടുള്ളത്. ഇനി നമ്മൾ ആ കുതിർത്തെടുത്തിട്ടുള്ള ആ റവയും കൂടി ഈ ഒരു പച്ചരിയിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം ആവശ്യത്തിനുള്ള വെള്ളം ചേർത്തിട്ട് ഒരു ഫൈൻ പേസ്റ്റ് ആക്കിയിട്ട് അരച്ചെടുക്കണം കേട്ടോ. അപ്പോൾ അതാ ഇത്രയും വെള്ളമാണ് നമ്മൾ ചേർത്തിട്ടുള്ളത്. കൂടുതലായിട്ട് വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ഇത്തിരി കട്ടിയായിട്ടുള്ള ഒരു ബാറ്ററാണ് ആവശ്യമായിട്ടുള്ളത്. അപ്പോൾ അതാ നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട്. ഇത്രയും കട്ടിയാണ് കേട്ടോ ആവശ്യമായിട്ടുള്ളത്. ഇനി നമ്മളിതൊരു സൈഡിലേക്ക് മാറ്റി വെക്കുന്നുണ്ട്. ഇനി നമ്മളിതിലേക്ക് ചെറിയൊരു ഫില്ലിങ് റെഡിയാക്കുന്നുണ്ട്. അതിനായിട്ടൊരു 4 പച്ചമുളക്, ഒരു 2-3 ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു 1/2 ടീസ്പൂണോളം ചെറിയ ജീരകം കേട്ടോ. അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കണം. വെള്ളം ചേർക്കാതെ കേട്ടോ ക്രഷ് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ ഇതാ നമ്മളത് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മളിതാ നേരത്തെ നമ്മൾ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ ആ ഒരു ബാറ്ററിലേക്ക് ഇത് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ നല്ല രീതിയിൽ തന്നെ മിക്സ് ചെയ്യുക. അപ്പോൾ അതാ നമ്മൾ നല്ല രീതിയിൽ തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് വേറൊരു ഫില്ലിങ് കൂടി റെഡിയാക്കി എടുക്കുന്നുണ്ട്. ആ ഒരു ഫില്ലിങ്ങിനായിട്ട് ഇതാ ഒരു ഉരുളങ്കിഴങ്ങ് തൊലിയൊക്കെ കളഞ്ഞതിന് ശേഷം നന്നായിട്ടൊന്ന് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുള്ളതാണ്. ഇനി നമ്മളിത് ചെയ്യുന്നത് നന്നായിട്ട് തണുപ്പിച്ച വെള്ളം കേട്ടോ. ഫ്രിഡ്ജിൽ വെച്ചിട്ട് നന്നായിട്ട് തണുപ്പിച്ചുള്ള ഒരു വെള്ളം നമ്മൾ ബൗളിൽ എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഈ ഒരു ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുള്ള ഈ ഒരു ഉരുളങ്കിഴങ്ങ് ഈ ഒരു വെള്ളത്തിൽ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് പിഴിഞ്ഞെടുക്കണം കേട്ടോ. നല്ല രീതിയിൽ തന്നെ പിഴിഞ്ഞിട്ട് അതിൻ്റെ ആ ഒരു കൊഴുപ്പൊക്കെ പോയി കിട്ടണം. അത്രയും ടൈം നമ്മൾ ഇതുപോലെ വെള്ളത്തിലൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നന്നായിട്ടൊന്ന് പിഴിഞ്ഞെടുക്കുക. ഈ ഒരു സ്റ്റെപ്പ് നമ്മൾ ഒരിക്കലും സ്കിപ്പ് ചെയ്യാൻ പാടില്ല. നമ്മൾ ഫോളോ ചെയ്യേണ്ട ഒരു സ്റ്റെപ്പ് തന്നെയാണ് കേട്ടോ ഇത്. എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ ഒരു ഫില്ലിങ് റെഡിയാക്കുന്ന സമയത്ത് ഈ ഒരു ഉരുളങ്കിഴങ്ങ് കുഴഞ്ഞു പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി നമ്മളിതാ ഈ ഒരു ഇതിലുള്ള വെള്ളമൊക്കെ ഒന്ന് വാർത്തതിൻ്റെ ശേഷം നമ്മളിത് വേറൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് നമ്മളിതാ ഒരു കൈപ്പിടിയോളം മല്ലിയില കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമ്മൾ എരിവിന് ആവശ്യമായിട്ട് 2-3 ടേബിൾ സ്പൂണോളം ഒരു ഉണക്കമുളക് ഒന്ന് ക്രഷ് ചെയ്തതും കൂടെ ചേർത്ത് കൊടുക്കണം. അപ്പോൾ അതൊക്കെ നിങ്ങളെ അളവിനനുസരിച്ച് എടുത്താൽ മതി കേട്ടോ. ഞാനിവിടെ ഒരു 5 ടേബിൾ സ്പൂണോളം എടുത്തിട്ടുണ്ട്. ഇനി ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുത്തിട്ട് ഈ ഒരു മിക്സ് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്യുക. നല്ല രീതിയിൽ തന്നെ ഇതാ ഫില്ലിംഗ് ഒക്കെ മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതൊരു സൈഡിലേക്കൊന്ന് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മളിതാ ഇതുപോലത്തെ ഒരു പാന് ചൂടാക്കിയിട്ട് ഒരു ഇത്തിരി വെളിച്ചെണ്ണ ഒന്ന് തടവി കൊടുത്തതിന് ശേഷം ഒരു തവിയൊന്ന് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ ഒഴിച്ച് കൊടുത്തതിന് ശേഷം നമ്മളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. പരത്തി കൊടുക്കുകയൊന്നും ചെയ്യേണ്ട. ഇതുപോലെ ഒന്ന് ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കിയിട്ടുള്ള ആ ഒരു ഫില്ലിംഗ് ഇതാ ഇതുപോലെ ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഫില്ലിംഗ് ഒക്കെ നിങ്ങളെ അളവിനനുസരിച്ച് ഇട്ട് കൊടുത്താൽ മതി. കൂടുതൽ ഇട്ട് കൊടുക്കണം. നമ്മളിത് കറിയൊന്നും ഇല്ല കഴിക്കണത്. അപ്പോൾ ഇതാ ഞാനിതാ ഇത്ര ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഫില്ലിങ് ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു 2-3 മിനിറ്റ് കഴിഞ്ഞിട്ട് നമ്മളിതൊന്ന് അടച്ച് വെച്ചിട്ടാട്ടോ കുക്ക് ചെയ്യുന്നത്. അപ്പോൾ അടച്ച് വെച്ചതിന് ശേഷം മീഡിയം ടു ലോ ഫ്ലെയിമിലാണ് വെച്ചിട്ടുള്ളത്. ഇനി ഒരു 5 മിനിറ്റ് ഒന്നും ആവശ്യമില്ല കേട്ടോ. അപ്പോൾ നമ്മൾ തുറന്നേക്കുന്ന സമയത്ത് ആ ഒരു അടിഭാഗം നന്നായിട്ട് തന്നെ കുക്കായി വന്നിട്ടുണ്ട്. ഇനി ഒന്ന് നമ്മൾ മറിച്ചിട്ട് കൊടുത്തതിന് ശേഷം 2-3 മിനിറ്റ് ആ ഒരു മറിച്ചിട്ട ഭാഗം കൂടി ഒന്ന് കുക്കായി വരട്ടെ. അപ്പോൾ അതാ ഈ ഒരു സമയത്ത് നല്ലൊരു സ്മെല്ലാണ് കേട്ടോ ഇതിന്. അപ്പോൾ അതാ 2-3 മിനിറ്റ് ഒക്കെ കഴിഞ്ഞ് നോക്കുമ്പോൾ അതാ നന്നായിട്ട് തന്നെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അതാ ഇത്രയേ ഉള്ളൂ. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. ഇപ്പോൾ കറിയൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് വളരെ ഈസി ആയിട്ട് റെഡിയാക്കാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പി കൂടിയാണ് കേട്ടോ ഇത്. നിങ്ങളാരും ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഇഷ്ടമായിട്ടില്ലെങ്കിലും നിങ്ങളുടെ ഫീഡ്ബാക്ക് ഒന്ന് കമൻറ്റിലൂടെ അറിയിക്കുക. അപ്പോൾ ഇതുപോലത്തെ നല്ല വീഡിയോയുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.